ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആംഗുലർ ഇന്റർനാഷണലൈസേഷൻ ആണ്. അതിനകത്ത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിവിടെ ഹലോ വെൽക്കം എന്നൊരു ടെക്സ്റ്റ് ഉണ്ട്. അതിനെ എനിക്ക് ഹലോ വെൽക്കം എന്ന് പറയുന്ന ടെക്സ്റ്റിൻ്റെ ഫ്രാൻസ് രൂപത്തിലേക്ക് ആക്കണം അല്ലെങ്കിൽ സ്വീഡിഷ് രൂപത്തിലേക്ക് ആക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്നുള്ളതാണ്. ഒരു ആപ്ലിക്കേഷൻ തന്നെ പല ലാംഗ്വേജിൽ എഴുതേണ്ട ആവശ്യമില്ല. ഒരു ആപ്ലിക്കേഷൻ തന്നെ പല ലാംഗ്വേജിൽ എങ്ങനെ നമുക്ക് ആപ്ലിക്കേഷൻ ബിൽഡ് ചെയ്യാം, ഡിസ്പ്ലേ ചെയ്യാം എന്നുള്ളതൊക്കെയാണ് ഇന്റർനാഷണലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ വീഡിയോയിൽ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആണ് ഞാൻ കവർ ചെയ്യുന്നത്. ഇപ്പം ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിൻ്റെ ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം ഡിപ്പെൻഡൻസീസ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ng add @angular/localize എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അപ്പം ഇത് ലോക്കലൈസ് എന്ന് പറയുന്ന പാക്കേജ് ഞാൻ ഓൾറെഡി വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഓൾറെഡി കുറച്ച് പാർട്ട് ഇൻസ്റ്റലൈസ് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഓൾറെഡി ഇൻസ്റ്റാൾഡ് എന്ന് പറഞ്ഞ് വന്നേക്കുന്നത് കൊണ്ടാണ് ആ ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്. ഇത് ആഡ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഈ പോളിഫിൽസിനകത്ത് ആർക്കിടെക്റ്റിനകത്ത് പോളിഫിൽസിനകത്ത് localize/init എന്നൊരു ടെക്സ്റ്റ് വരും. അത് തന്നെ പലരിടത്ത് ടെസ്റ്റിങ്ങിൻ്റെ അവിടെയും എല്ലാം ഇത് തന്നെ ആഡ് ആവും. tsconfig app.jsonകത്ത് അതിൻ്റെ ടൈപ്സിനകത്ത് @angular/localize ആഡ് ആവും. main.tsനകത്ത് അതിൻ്റെ റെഫറൻസ് ആഡ് ആവും. ഇത്രയും കാര്യങ്ങളാണ് ആംഗുലർ ലോക്കലൈസിനകത്ത് നടക്കുന്നത്. ഓക്കെ, ഇത് ഫസ്റ്റ് സ്റ്റെപ്പാണ്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് പ്രിപ്പയറിങ്. നമ്മൾ ലോക്കലൈസ് ചെയ്തു, അത് നമുക്ക് വേണ്ട ഒരു പാക്കേജ് ആഡ് ചെയ്തു. പാക്കേജ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് എങ്ങനെ ഇതിനെ പ്രിപ്പയർ ചെയ്യാം എന്നുള്ളതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് നമ്മൾ app.html വന്നിട്ട് ഇവിടെ ഞാൻ സിമ്പിളായിട്ട് I18n എന്ന് എഴുതുകയാണ്. I18n എന്ന് പറഞ്ഞാൽ ഇവിടെ ഇന്റർനാഷണലൈസേഷൻ അപ്ലൈ ചെയ്യുന്നുണ്ട്, ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടേണ്ട ലൈനാണ് എന്ന് നമ്മൾ ആരോട് പറഞ്ഞു കൊടുക്കുകയാണ്? കമ്പൈലറിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇതാണ് രണ്ടാമത്തെ ടെസ്റ്റ്. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യം, main.tsനകത്ത് പോയിട്ട് ഇവിടെ വന്നിട്ട് app.tsൽ വന്നിട്ട് ഇവിടെ ഒരു ടൈറ്റിൽ കിടപ്പുണ്ട്. നമുക്ക് ഈ ടൈറ്റിലെ ഒന്ന് എന്ത് ചെയ്യാൻ പറ്റും? ലോക്കലൈസ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നോക്കാം. ഇതിപ്പോൾ സിഗ്നൽ ആണ് കൊടുത്തേക്കുന്നത് കോഡ് സർക്യൂട്ടിൽ. സിഗ്നലിനകത്ത് ലോക്കലൈസ് യൂസ് ചെയ്ത് ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല, ബട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. \/ അടിക്കുക, അതിനുശേഷം $localize \/ എന്ത് കൊടുക്കണം? $of code writing എന്ന് പറഞ്ഞ് കൊടുക്കാം. ടൈറ്റിലാണ്. ഓക്കെ, ഇത് ഞാൻ ലോക്കലൈസിലിട്ടാണ്. TS ഫയലിൽ നമ്മൾ ട്രാൻസ്ലേറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ, ലോക്കലൈസ് അപ്ലൈ ചെയ്യുമ്പം ഏത് ചാനലാണോ ഏത് വേർഡിനാണോ നമുക്ക് ട്രാൻസ്ലേഷൻ അപ്ലൈ ചെയ്യേണ്ട അവിടെ $localize കൊടുക്കുക. അതിനുശേഷം ബാക്ക് ടിക്കിനകത്ത് നമ്മൾ ആ വാല്യൂ എഴുതുക. അതാണ് അതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തേന്ന് പറയുന്നത് നമ്മൾ ഇത്രയും ചെയ്തു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമുക്ക് message.xif എന്ന് പറയുന്ന ഒരു ഫയൽ ജനറേറ്റ് ചെയ്യണം. അപ്പോൾ അതിനടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ng extract. കാരണം നമ്മൾ ഈ ഫയല് ഇത് കമ്പൈലറോട് നമ്മൾ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത്രയൊക്കെ പറഞ്ഞു, പക്ഷെ ഇനി ട്രാൻസ്ലേറ്റ് ചെയ്ത ടെക്സ്റ്റ് എവിടെ നിന്നാണ് എടുക്കണ്ടേ? അതിന് ഒരു ഫയലുണ്ട്, അതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ng extract -i18n -.
output hyphen path equal to src/locale. എന്തുപറ്റി? ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യാത്തോണ്ടായിരിക്കും. unknown argument output path ആ? ഫുട്പാത്ത് ആണ് അവിടെ വരേണ്ടത്. എന്തുകൊണ്ടാണ് അവിടെ വർക്ക് ചെയ്യാത്തെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. hyphen output hyphen path ngr extract i18n കറക്റ്റ് ആണ്. unknown argument. എനിവേ നമുക്കത് ഇല്ലാതെ കൊടുക്കാം. നോക്കിയിട്ട് പിന്നെ അതിൻ്റെ വീഡിയോ ചെയ്യാമേ. ഇപ്പം നമുക്ക് ബിൽഡ് ചെയ്യുന്നുണ്ട് എക്സ്ട്രാക്ട് i18n എന്ന് പറഞ്ഞിട്ട്. അപ്പം നമുക്ക് ഇവിടെ എന്ത് ക്രിയേറ്റ് ചെയ്തു? എക്സിക്യൂഷൻ കംപ്ലീറ്റ് ആയി. കംപ്ലീറ്റ് ആയ സമയത്ത് നമുക്കിവിടെ messages.xif എന്ന് പറയുന്നൊരു ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഈ ഫയലിനകത്ത് കണ്ടന്റ് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഈ ഫയലിനകത്ത് app.tsനകത്ത് നമ്മൾ കൊടുത്ത കോഡ് റൈറ്റിംഗ് വന്നിട്ടുണ്ട്. app.html ഓക്കെ, ഞാൻ app.html സേവ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് apps.html വരാത്തത്. ഒന്നുകൂടെ എക്സിക്യൂട്ട് ചെയ്യാം. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്തു. എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ message.xifനകത്ത് രണ്ട് ഡേറ്റയാണ് വരുന്നത്. ഒന്ന് ഹലോ വെൽക്കം എന്ന് പറയുന്നത് HTML ഫയലിൽ നമ്മൾ കൊടുത്ത ഡേറ്റയാണ്. അതിനകത്ത് സോഴ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ഡേറ്റ ഉണ്ടാവും. അതുപോലെ തന്നെ കോഡ് റൈറ്റിംഗ് എന്നാന്ന് പറഞ്ഞിട്ട് നമ്മൾ TS ഫയലിൽ കൊടുത്ത ലോക്കലൈസിൽ കൊടുത്ത ഡേറ്റയും ഇതിനകത്തുണ്ടാവും. ഇതിനകത്ത് സോഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സോഴ്സ് ലാംഗ്വേജിൽ എഴുതിയിരിക്കുന്ന സ്ക്രിപ്റ്റ് എന്താണോ അതാണ് അങ്ങോട്ട് വരുന്നത്. ഓക്കെ, ഇനി ഞാൻ ചെയ്യാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത് ഇതിനെ കോപ്പി ചെയ്യാൻ പോവാണ്. കോപ്പി അവിടെ തന്നെ പേസ്റ്റും ചെയ്തു. അതിനുശേഷം റീനെയിം ചെയ്യാൻ പോകുന്നു. നമുക്ക് ഏത് ലാംഗ്വേജ് വേണമെങ്കിലും ഇടാം. .fr ആണ് ഞാനിപ്പം ടെസ്റ്റ് ചെയ്യാൻ ഇടുന്നത്. ഈ മെസ്സേജസിനെ message.en എന്നും പറഞ്ഞ് റീപ്ലേസ് ചെയ്യാൻ പോവാണ്. en.ixf. ഓക്കെ, ഓക്കെ, ഹലോ വെൽക്കം ഇത് നമ്മൾ കൊടുത്തു. ഇനി നമ്മളിവിടെ ആഡ് ചെയ്യാൻ പോകുന്നത് ടാർഗറ്റ് ഫയലാണ്. അപ്പോൾ ടാർഗറ്റിനകത്ത് ആഡ് ചെയ്യുമ്പം വെൽക്കം ഫയൽ വന്നു. ഇവിടെ ടാർഗറ്റ് ആഡ് ചെയ്യാൻ പോവാണ്. കോഡ്. അപ്പോൾ ഫ്രാൻസിന് അതിൻ്റെ ട്രാൻസ്ലേഷൻ ടെക്സ്റ്റ് ടാർഗറ്റിലാണ് നമ്മളിവിടെ ഇങ്ങോട്ട് ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് സിമ്പിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആയതുകൊണ്ട് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് എക്സാമ്പിൾസ് ആണ്. ഇത്രയും ആലോചിക്കാൻ നമുക്കിവിടെ ഉള്ളൂ. ഇതിനകത്ത് എന്തൊക്കെയാണ് ഉള്ളത്? ഈ messages.fr.xifൽ ഉള്ളതെന്ന് പറയുന്നത് ഡേറ്റ ടൈപ്പ് =HTML എന്ന് പറഞ്ഞിട്ടൊരു ഡേറ്റ ഉണ്ട്. അതോടെ ഈ യുണീക്ക് ഐ ഡി കണ്ടോ, ഈ ഐ ഡി വെച്ചിട്ടാണ് ഈ ഒരു കോഡ് സ്നിപ്പെറ്റിനെ അത് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഈ ഐ ഡി ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇതിൻ്റെ സോഴ്സും പിന്നീട് നമ്മൾ പഠിക്കാൻ പോകുന്ന നോട്ട് എന്ന് പറയുന്ന ഒരു പാരാമീറ്ററിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും പഠിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിനകത്ത് നമ്മൾ ഇത്രയും എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ അടുത്ത സ്റ്റെപ്പ് നോക്കാം.
എന്താണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യണം? നമുക്കിത് ബിൽഡ് ചെയ്യണ്ടേ? ഇത് എങ്ങനെയാണ് നമ്മുടെ ആംഗുലർ ജേസണിനകത്തും ഇതിനകത്തും ഒക്കെ വരുന്നതെന്ന് അറിയണ്ടേ? അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ആംഗുലർ ഡോട്ട് ജേസണിലേക്ക് പോവാണ്. ആംഗുലർ ഡോട്ട് ജേസണിനകത്ത് കോഡ് സർക്യൂട്ടിലേക്ക് വന്നു. കോഡ് സർക്യൂട്ടിൽ പ്രൊജക്ട് ടൈപ്പ് ഈസ് ഈക്വൽ ടു ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറഞ്ഞു. ഇനി ഇതിനകത്ത് നമുക്ക് I18N എന്ന് പറയുന്ന ഒരു ഡേറ്റ എഴുതണം. പ്രൊജക്ട്സിനകത്തല്ലേ? അല്ല, കോഡ് സർക്യൂട്ട്സിനകത്താണ്. കോഡ് സർക്യൂട്ട് എന്ന പ്രൊജക്ട് നെയിമാണ്. അതിനകത്ത് വന്നിട്ട് I18N എഴുതി. ഇതിനകത്ത് നമ്മൾ ഈ I18N-നകത്ത് സോഴ്സ് ലൊക്കേൽ എന്നൊരു സംഭവം കൊടുക്കണം. അതായത് സോഴ്സ് ലൊക്കേൽ. സോഴ്സ് ലൊക്കേൽ എന്ന് നമ്മൾ ഏത് ഭാഷയിലാണ് നമ്മുടെ ഇത് കൊടുത്തിരിക്കുന്നതെന്നാണ് സോഴ്സ് ലൊക്കേജ് നടത്താം. അതായത് നമ്മൾ ഏത് ഭാഷയിലാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ എഴുതിയേക്കുക. നമ്മൾ എഴുതിയിരിക്കുന്നത് ENUS-ലാണ്. അപ്പോൾ ഇംഗ്ലീഷിലാണ്. അപ്പോൾ ENUS എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കൊടുത്തേക്കുന്നത്, ലൊക്കേലിൽ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഇത്രയും. അതിനുശേഷം നമ്മൾ ലൊക്കേൽസ് കൊടുക്കണം. FR എന്ന് പറയുന്ന messages.fr.xif എന്ന് പറഞ്ഞ് കൊടുക്കണം. അതിനുശേഷം നമ്മൾ അതിൻ്റെ ബിൽഡ് കോൺഫിഗറേഷനിലേക്ക് വരികയാണ്. ബിൽഡിനകത്ത് നമുക്ക് ഓപ്ഷൻസിനകത്ത് പോയിട്ട് fr.localize എന്ന് പറഞ്ഞു കൊടുക്കണം. ഓപ്ഷൻസിനകത്ത് തന്നെയല്ലേ? സെർവിനകത്താണോ? ബിൽഡിനകത്ത് കോൺഫിഗറേഷനകത്ത് ഒരു മിനിറ്റ്. കോൺഫിഗറേഷൻസ്. യാ, പ്രൊഡക്ഷൻ ഉണ്ട്. ഡെവലപ്മെന്റ് എവിടെ പോയി? ഇത് താഴോട്ട് വന്ന ഡെവലപ്മെന്റിനകത്ത് നമ്മൾ ഇടാൻ പോകുന്നതെന്ന് പറയുന്നത് FR എന്ന് പറഞ്ഞിട്ടൊരു കോൺഫിഗറേഷൻ ഇടുന്നു. അതിനകത്ത് ലോക്കലൈസ് ഓഫ് FR കൊടുത്തു. ഇവിടെ എന്താ വന്നേക്കുന്ന എറർ? ക്വിക്ക് ഫിക്സ് അടിച്ച് നോക്കട്ടെ ഞാനൊന്ന്. കോൺഫിഗറേഷൻ എഴുതാന്നുള്ളത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോവും. ലോക്കലൈസ് FR മാത്രം മതി. ഓക്കെ, ഇനി സെർവിനകത്ത് ഡെവലപ്മെന്റിനകത്ത് ഇവിടെ നമ്മൾ FR കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ വന്നിട്ട് build target is equal to development.fr കൊടുക്കുന്നു. അതിനുശേഷം നമുക്കിനി സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. ngserve -hyphen configuration equal to FR.
ഇൻവാലിഡ് വാല്യൂസ് ഞാനൊന്ന് ചെക്ക് ചെയ്തിട്ട് റെക്കോർഡ് ചെയ്യാമേ. അപ്പം ഇതിനകത്ത് വരുന്ന ചേഞ്ചസ്, ആംഗുലർ JSനകത്ത് വരുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത്, കോഡ് സർക്യൂട്ട്സിനകത്ത് നമ്മൾ കോഡ് സർക്യൂട്ട്സ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊജക്റ്റിൻ്റെ പേരാണ്. അവിടെ I18 എന്ന് പറയുന്ന ഒരു ബ്ലോക്ക് ആഡ് ചെയ്യണം, സോഴ്സ് ലൊക്കേൽ ആഡ് ചെയ്യണം, ലൊക്കേൽസ് FR എന്ന് പറയുന്നത് messages/fr.xl എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഓപ്ഷൻസിൽ വന്ന് ബിൽഡിനകത്ത് വന്ന് ഓപ്ഷൻസിനകത്ത് I18 ആൻഡ് മിസ്സിംഗ് ട്രാൻസ്ലേഷൻ, അതായത് I18 എന്ന് നമ്മൾ കൊടുത്തിട്ടുണ്ട്, പക്ഷെ അവിടെ ട്രാൻസ്ലേഷൻസ് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ അവിടെ എറർ അടിക്കണം. ഓക്കെ. പിന്നീട് വരുന്നതെന്ന് പറയുന്നത് താഴെയാണ്. താഴെ ഡെവലപ്മെൻറ്റിനകത്ത് ലോക്കലൈസ് FR എന്ന് പറഞ്ഞ് ഞാൻ കൊടുത്തു. അതിനുശേഷം ഞാൻ ജസ്റ്റ് NG സെർവ് കൊടുത്തു. NG സെർവ് കൊടുത്ത് ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ആണ് വരുന്നത്. പക്ഷെ ഇവിടെ ടൈറ്റിൽ മാറിയിട്ടില്ല. ടൈറ്റിൽ അത് നമുക്ക് app.tsൽ കൊടുത്താണല്ലോ, അപ്പോൾ അത് ഇപ്പുറത്ത് നമുക്ക് എഴുതി നോക്കാം. app.ts read only title, ഇതിനകത്ത് വേറെ ഒരു പ്രശ്നം കൂടി ഉണ്ട്. അതായത് ഇത് റൺ ടൈമിൽ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ ഒന്നും നടക്കില്ല, കമ്പൈൽ ടൈമിൽ മാത്രമേ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നടക്കുകയുള്ളൂ. റൺ ടൈം ട്രാൻസ്ലേഷൻ നടക്കണമെങ്കിൽ നമ്മൾ വേറെ ലൈബ്രറി യൂസ് ചെയ്യണം. ഇത് വരാത്ത ആ ടൈറ്റിൽ എന്ന് പറയുന്ന സാധനത്തിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മൾ താഴത്തെ Pയിൽ വെച്ച് കൊടുത്തപ്പം നമ്മൾ ട്രാൻസ്ലേറ്റ് ചെയ്ത കോഡ് സർക്യൂട്ടിനെ ട്രാൻസ്ലേറ്റ് ചെയ്ത വേർഡ്സും വന്നിട്ടുണ്ട്. ഇപ്പം ഇത് ബേസിക് വീഡിയോ ആണ്. ഇത് നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് കണ്ടു നോക്കുക. ഇത് സെറ്റപ്പും കാര്യങ്ങളും മാത്രമേ കവർ ചെയ്തിട്ടുള്ളൂ ഞാനകത്ത്. ബേസിക് ആയിട്ട് ഉള്ള ഒരു ട്രാൻസ്ലേഷൻ വീഡിയോസ്, ട്രാൻസ്ലേറ്റഡ് ആപ്ലിക്കേഷൻ എങ്ങനെ കമ്പൈൽ ചെയ്യാം എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് ഇന്റർനാഷണലൈസേഷൻ അവസാനിക്കുന്നില്ല. ഇതിന് കുറേ സെഷൻസ് ഉണ്ട്, അതെല്ലാം ഞാൻ അടുത്ത ഇതിനകത്ത് എടുക്കുന്നതായിരിക്കും. അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഈ വീഡിയോയ്ക്ക് കുറച്ച് പോരായ്മകളുണ്ടെന്ന് എനിക്കറിയാം. അതല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ അടുത്ത വീഡിയോയ്ക്കായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.